യേശുവിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ച് 40 ദിവസം നമ്മൾ പിന്നിടുവാനായിട്ട് പോവുകയാണ്. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഗോഗുൽത്താ മലയുടെ നെറുകയിലേക്ക് കുരിശും വഹിച്ചുകൊണ്ടുള്ള യേശുതമ്പുരാൻ്റെ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് ബത്തേരി പ്രദേശത്തുള്ള സിറോ മലങ്കര സഭയിലെയും സിറോ മലബാർ സഭയിലെയും ലത്തീൻ സഭയിലെയും ദൈവജന കൂട്ടായ്മ ഒരുമിച്ച് നേതൃത്വം നൽകിക്കൊണ്ട് ബത്തേരി സെൻറ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ഈ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അനുഗ്രഹീതമായ കുരിശിൻ്റെ വഴിയുടെ യാത്ര പൂമല ദേവാലയത്തിലേക്ക് നടത്തപ്പെടുകയാണ്. സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി സ്വയം തന്നെ സമർപ്പിച്ചുകൊണ്ട് ഭാരമുള്ള കുരിശും വഹിച്ച് ഗോഗുൽത്താ മലയിലേക്ക് നടന്നു കയറിയ യേശുതമ്പുരാൻ്റെ കുരിശ് യാത്രയെ അനുസ്മരിച്ചുകൊണ്ടുള്ള പാവനമായ യാത്രയാണ് ഇത്. എല്ലാ സഭാമക്കളും എല്ലാ ഈശ്വര വിശ്വാസികളും പ്രാർത്ഥനയോടുകൂടെ സ്വയം സമർപ്പിച്ച് ഈ യാത്രയിൽ പങ്കാളികളാകുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു വലിയ പാപപരിഹാര യാത്രയാണ്. നമ്മളെ ജീവിതത്തിൽ, നമ്മളെ കുടുംബത്തിൽ, നമ്മളെ ദേശത്ത് വന്ന് ഭവിച്ചിരിക്കുന്ന പാപത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും മോചനം പ്രാപിക്കുവാനും യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കുവാനും തീർച്ചയായും ഈ കുരിശിൻ്റെ യാത്ര നമ്മളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരുവിധമായ സംശയവുമില്ല. നമുക്കെല്ലാവർക്കും ഭക്തിപുരസ്സരം ഈ യാത്രയിൽ പങ്കുചേരാം. കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ആരംഭം കുറിച്ച് അസംഷൻ ദേവാലയത്തിൻ്റെ അങ്കണത്തിലും പൂമല ദേവാലയത്തിലും നമ്മൾ ഈ യാത്ര നടത്തുമ്പോൾ പൂമല ദേവാലയത്തിൽ പാവനമായി കാത്തു സൂക്ഷിക്കുന്ന യേശുവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് മുത്തി അതിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ലഭ്യമാകുന്ന അസുലഭമായ അവസരമാണ് ഈ യാത്രയെന്ന് നമുക്ക് സന്തോഷത്തോടുകൂടെ ഓർക്കാം. ആയതിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഏവരും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട്, ഈ ദേശം മുഴുവനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഈ കുരിശിൻ്റെ വഴി യാത്ര നമ്മളെ സഹായിക്കട്ടെ. ആയതിലേക്ക് ഏവരെയും ഏറ്റവും ഹൃദ്യമായി പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു.
പ്രിയമുള്ളവരെ, കേരള കത്തോലിക്ക സഭയിലെ 3 റീത്തുകളായ സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും ലത്തീൻ സഭയും സാന്നിധ്യമുള്ള ഒരു പട്ടണമാണ് ബത്തേരി പട്ടണം. ഈ പട്ടണത്തിൽ 3 റീത്തുകൾക്കും സ്വന്തമായ ദേവാലയങ്ങളും ഇടവുകളുമുണ്ട്. വളരെ സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും പോകുന്ന ഈ റീത്തുകൾ ഒരുമിച്ച് 40 വെള്ളിയാഴ്ച നടത്തുന്ന കുരിശിൻ്റെ വഴി തീർച്ചയായും ഇതിൽ പങ്കെടുക്കുന്ന ഏവർക്കും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടവും ദൈവാനുഭവവുമായിരിക്കും. ഈ കുരിശിൻ്റെ വഴിയിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 1900 ബത്തേരി അസംഷൻ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത്. ദേവാലയത്തിൻ്റെ ശതോത്തര രജത ജൂബിലി വർഷവും കൂടിയാണിത്. എല്ലാവരെയും ഈ ദേവാലയം സന്ദർശിക്കുവാനും ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങൾ ധ്യാന വിഷയമാക്കുന്ന വിശുദ്ധവാരത്തിൻ്റെ പടിവാതിക്കലെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബത്തേരി രൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് പിതാവിൻ്റെ ആഗ്രഹപ്രകാരവും നിർദ്ദേശപ്രകാരവും ഈ ബത്തേരി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന 3 കത്തോലിക്ക രൂപതകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയിരുന്ന 40 വെള്ളിയാഴ്ച നടത്തിയ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ഈ വർഷവും സാഘോഷം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനാ സമ്മേളനം ബത്തേരി രൂപതയുടെ കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച് ബത്തേരി ടൗൺ വഴി അസംഷൻ ദേവാലയത്തിൻ്റെ വഴിയിലൂടെ പൂമല ഹോളിക്രോസ് ദേവാലയത്തിൽ എത്തിച്ചേരുന്നതാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 2000-ലധികം വിശ്വാസികൾ പങ്കെടുത്തിരുന്നു. ഈ വർഷം 5000-ഓളം വിശ്വാസികൾ പങ്കെടുക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അനേകം വിശ്വാസികളെ ധന്യതയിലേക്ക് വിശുദ്ധിയിലേക്ക് നയിച്ച ഈ പ്രാർത്ഥന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൃശ്യാവിഷ്കാരണത്തോടു കൂടിയിട്ടുള്ള യേശുനാഥൻ്റെ, ക്രൈസ്തവരുടെ വിശ്വാസമനുസരിച്ച് ദൈവത്തിൻ്റെ പുത്രൻ്റെ, ലോകത്തിൻ്റെ രക്ഷകനായ
യേശുവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാനങ്ങളൊക്കെ ദൃശ്യാവിഷ്കരണ രൂപത്തിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ഇവിടെ ഹോളി ക്രോസ് ദേവാലയത്തിൽ അത് സമീപിക്കുമ്പോൾ ഈ ദേവാലയം കോഴിക്കോട് രൂപതയുടെ ദേവാലയമാണ്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് യേശു കാൽവരി കുന്നിൽ ചുമന്നുകൊണ്ടുപോയി യേശുവിനെ കുരിശിൽ തറച്ച അതേ കുരിശിൻ്റെ അംശം ആണ് ഈ തിരുശേഷിപ്പിൽ ഉൾക്കൊള്ളുന്നത്. ഈ ദേവാലയം സ്ഥാപിതമായിട്ട് 51 വർഷമാകുന്നു. 1972 സ്ഥാപിതമായി 1975 റോമിൽ നിന്നും ഇവിടെ പ്രവർത്തിക്കുന്ന കാരുണ്യമാതാവിൻ്റെ സിസ്റ്റേഴ്സ് യേശുവിൻ്റെ തിരുശേഷിപ്പ് ഇറ്റലിയിൽ നിന്ന് റോമിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഈ ദേവാലയത്തിൽ പരസ്യ വണക്കത്തിനായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവിൻ്റെ ആഗ്രഹപ്രകാരം ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തണം എന്ന ആ ഒരു ആഗ്രഹം അഭിമന്യ പിതാവ് പ്രകടിപ്പിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംയുക്ത കുരിശിൻ്റെ വഴി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വരുന്ന വിശ്വാസികൾക്കെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന തിരുശേഷിപ്പ് വണങ്ങുവാനും ചുംബിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരെയും ഈ പള്ളിയുടെ വികാരി എന്ന നിലയ്ക്ക് ഈ സംയുക്ത കുരിശിൻ്റെ വഴി പ്രാർത്ഥന 40-ാം വെള്ളിയാഴ്ച കൃത്യം 3 മണിക്ക് ബത്തേരി രൂപതയുടെ കത്തീഡ്രൽ സെൻറ് തോമസ് കത്തീഡ്രലിൽ നിന്നും ആരംഭിക്കുമ്പോൾ എല്ലാ വിശ്വാസികളും കൃത്യം 3 മണിക്ക് കത്തീഡ്രലിൽ എത്തണമെന്നും അതിൽ നിന്ന് മുഴുവൻ സമയവും പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നും ഈ പള്ളിയിൽ ഹോളി ക്രോസ് പൂമല ദേവാലയത്തിൽ വന്ന് തിരുശേഷിപ്പ് ചുംബിച്ച് യേശുവിൻ്റെ അനുഗ്രഹം തേടണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അതിനുശേഷം എല്ലാവർക്കും നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ആയിരത്തി 1975 റോമിൽ ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്ന യേശു ചുമന്ന യേശുവിനെ കുരിശിൽ തറച്ച അതേ കുരിശിൻ്റെ അംശം സൂക്ഷിച്ചിരിക്കുന്ന ഹോളി ക്രോസ് ലാറ്റിൻ പള്ളിയിൽ ഈ തിരുശേഷിപ്പ് എല്ലാ വെള്ളിയാഴ്ചകളിലും പരസ്യ വണക്കത്തിനായിട്ട് രൂപക്കൂട്ടിൽ നിന്നും എടുത്ത് പുറത്ത് വിശ്വാസികൾക്ക് ചുംബിക്കുവാനായിട്ട് നൽകുന്നതാണ്. വളരെ പ്രത്യേകിച്ചും സംയുക്ത കുരിശിൻ്റെ വഴി നടത്തുന്ന 40-ാം വെള്ളിയാഴ്ച ഇവിടെ വരുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് ഓരോ വ്യക്തിപരമായിട്ട് ഈശോയെ വണങ്ങുവാനും ആരാധിക്കുവാനും ചുംബിക്കുവാനും തിരുശേഷിപ്പ് കാർമ്മികൻ എടുത്ത് അവരുടെ മുമ്പിൽ നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ കുരിശിൻ്റെ ഈ ദേവാലയത്തിലെ ക്രൂശിത രൂപങ്ങളും വയലറ്റ് തുണി കൊണ്ട് മറച്ചിരിക്കുന്നത് വിശ്വാസികൾ കാണുന്നുണ്ട്. അത് ലത്തീൻ ആരാധനാക്രമം അനുസരിച്ച് വിശുദ്ധ വാരത്തിലെ 5-ാം വെള്ളിയാഴ്ച ഓശാന ഞായറാഴ്ചയ്ക്ക് മുമ്പ് ക്രൂശിത രൂപം അനാവരണം ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ വിശുദ്ധരുടെ രൂപങ്ങൾ മറയ്ക്കണമെന്നുള്ള ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച ക്രൂശിത രൂപത്തിൻ്റെ വയലറ്റ് തുണി മാറ്റുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിശുദ്ധ രൂപങ്ങൾ മറച്ചിരിക്കുന്ന ആ കവറിഞ്ഞ് ഈസ്റ്റർ ജാഗര ദിവസത്തിൽ അനാവരണം ചെയ്യുന്നതായിരിക്കും എന്നറിയിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ബത്തേരി, മാനന്തവാടി, കോഴിക്കോട് രൂപതകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 2ാമത് വയനാട് കുരിശിൻ്റെ വഴി മാർച്ച് 22-ാം തീയതി 40-ാം വെള്ളിയാഴ്ച നടക്കുകയാണല്ലോ. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം വളരെ മനോഹരമായി പൂർത്തീകരിച്ചു വരികയാണ്. ഈ കുരിശിൻ്റെ വഴിയെ ഏറെ
വേറിട്ടതാക്കുന്ന ഒരു കാര്യം ദൃശ്യാവിഷ്കാരത്തോടു കൂടിയ ഒരു കുരിശിൻ്റെ വഴിയാണ്. കുരിശിൻ്റെ വഴി പരിഹാര പ്രദക്ഷിണത്തോടൊപ്പം ക്രിസ്തു കാൽവരിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ടുപോയ ആ അനുഭവ തീവ്രത ഏറ്റവും അടുത്ത് കണ്ട് അനുഭവിക്കത്തക്ക വിധം ഓരോ സ്റ്റേഷനും ചെല്ലുമ്പോൾ ആ സ്റ്റേഷൻ അവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. ആ കുരിശിന് വഴി യാത്രയുടെ തീവ്രമായ അനുഭവം നേരിൽ കണ്ട് അനുഭവിക്കത്തക്ക വിധം ഈ ദൃശ്യാവിഷ്കാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏറെ സന്തോഷം. ഈ കുരിശിൻ്റെ ദൃശ്യാവിഷ്കാരത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരും കലാകാരികളും നമ്മുടെ ഈ വയനാട്ടിലെ വിവിധ ഈ 3 രൂപകളിൽപ്പെട്ട വിവിധ ഇടവകളിൽപ്പെട്ടവരാണ് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ കുരിശിൻ്റെ വഴി ഈ പ്രദേശവാസികൾക്ക്, ഈ ദേശവാസികൾക്ക് ആ കുരിശിൻ്റെ വഴി പരിഹാരയാത്ര എന്താണെന്ന് നേരിട്ട് കാണുവാനുള്ള അവസരമാണ്. സീയിങ് ഈസ് ബിലീവിങ്. കാണുക വിശ്വസിക്കുന്ന തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കുരിശിൻ്റെ വഴിയെ ഏറെ മനോഹരവും ഭക്തിസാന്ദ്രവുമാക്കുന്ന ഒരു ഘടകമാണ് ഈ ദൃശ്യാവിഷ്കാരം. ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ ദൃശ്യാവിഷ്കാര പരിഹാര കുരിശിന് വഴി പ്രദർശനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഇതൊരു ദിവ്യാനുഭവമായി മാറട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.